മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിന് തിരിതെളിഞ്ഞു. 12 വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ ഉൾപ്പെടെ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിനാണ് ക്ഷേത്രാങ്കണത്തിൽ തുടക്കം കുറിച്ചത്. നടനും സംവിധായകനുമായ മധുപാൽ ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലത്ത് ക്ലാസിക്കൽ കലകളെ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള വേദിയാണ് മണ്ണൂർക്കാവെന്നും സാംസ്കാരിക പ്രവർത്തനത്തെ ആരാധനയുടെ ഭാഗമാക്കി മാറ്റിയ ക്ഷേത്രമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംഘടനകളുമായിട്ടൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആരംഭശൂന്യത തുടക്കത്തിൽ വലിയ തോതിൽ നടത്തിയെടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് മണ്ണ് മറിഞ്ഞ് അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ ആളില്ലാതാവുമ്പോൾ അത് പൊതുവെ പിന്നിലേക്ക് പോകും. പക്ഷെ നിങ്ങൾ അത് ചെയ്യരുത് എന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നതിന് കാരണം ഈ ഒരു കലാരൂപം നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്, കലാകാരന്മാരുടെ ആവശ്യമാണ് എന്നുള്ള ബോധം. കലാമണ്ഡലം സജീവമായിട്ട് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇടപെട്ടപ്പോഴൊക്കെ കലാമണ്ഡലത്തിന്റെ ഈ കലാരൂപം കഥകളി എന്ന കലാരൂപത്തെ എത്രത്തോളം വലിയ തോതിലാണ് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വന്ന് പഠിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ട്. ആ ഗുരുമുഖത്തു നിന്ന് പഠിച്ചെടുക്കാൻ ഇവിടെയുള്ള കുട്ടികൾക്ക് കഴിയുന്നത് തീർച്ചയായിട്ടും അതൊരു നിസ്സാരമായ കാര്യമല്ല എന്നുള്ളതും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടും ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് മനസ്സുകൾ സജീവമായിട്ട് നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്കും കലാപ്രതിഭകൾക്കുമുള്ള അവാർഡ് ദാനം ഉല്ലാസ് കോവൂർ MLA നിർവഹിച്ചു. പോലെയുള്ള സ്ഥലങ്ങൾ ഒഴിച്ചാൽ ഏറ്റവും ഗൗരവപൂർണമായി ജാഗ്രതയോടെ അന്യം നിന്ന് പോകുന്ന ഒട്ടേറെ കലാരൂപങ്ങളിൽ ഒന്നിനെ ഒരു നേർച്ച വഴിപാടാക്കി ഒരു അനുഷ്ഠാനം അനുഷ്ഠിക്കും പോലെ എല്ലാ വർഷവും കഥകളി അവതരിപ്പിക്കുക മാത്രമല്ല, മറിച്ച് അനുബന്ധമായി പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുക, ചർച്ചകൾ സെമിനാറുകൾ, സിംബോസിയങ്ങൾ, വിവിധ സമ്മേളനങ്ങൾ, കഥകളി ചമയങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങി നമ്മുടെ നാട്ടിലെ കലാപ്രതിഭകളെയെല്ലാം ഈ പ്രമുഖമായ വേദിയിലേക്ക് കൊണ്ടുവന്ന് ആദരിക്കുകയും CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. അത് മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കാലഹരണപ്പെട്ടു പോകുന്നു എന്ന ഭയമുള്ള, മൺമറഞ്ഞു പോകും എന്ന് കരുതുന്ന ഒരു കലയെ വിശ്വാസത്തിലുള്ള വീണ്ടെടുക്കുക. കഥകളി വഴിപാടായി നടത്തിയാൽ നിങ്ങളുടെ അസുഖം മാറും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ നടത്താൻ നിർബന്ധിതരാണ്. ജോലി കിട്ടാത്ത ചെറുപ്പക്കാർ കഥകളി മണ്ണൂർക്കാവിലും വേണമെങ്കിൽ നേർച്ചയായി നടത്തിയാൽ അതിന് മുൻപെഴുതിയ ടെസ്റ്റുകളെല്ലാം പരാജയപ്പെടുകയും കഥകളി നടത്തിയതിന് ശേഷം പെട്ടെന്ന് ഒരു പോസ്റ്റ്മോർട്ടം കൊണ്ടുവന്ന് അഡ്വൈസമോ തരികയും ചെയ്യുമ്പോൾ അതാണ് വിശ്വാസം. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി മൈനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, രാജീവ് പ്രസാദ്, S അജയൻ, ക്ഷേത്ര സെക്രട്ടറി സുരേഷ് ചാമവിള, Y ഷാജഹാൻ, പ്രസാദ് മണ്ണൂർക്കാവ്, സന്ധ്യ മധു, MSML, കലാമണ്ഡലം പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. ആദ്യ ദിനത്തിൽ കഥകളി ചരിത്ര വഴികളിലൂടെ എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. മണ്ണൂർക്കാവ് കഥകളി പഠന കേന്ദ്രം മേള വിഭാഗത്തിന്റെ അരങ്ങേറ്റവും നളചരിതം 1-ാം ദിവസം കഥകളിയും അരങ്ങേറി. കഥകളി ഫെസ്റ്റ് ഈ മാസം 12-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.